നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണെൻ്റെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും നീ എന്നെ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും നീ എന്നെ പുത്രനാക്കി. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണെൻ്റെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഈ നേരം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൽ 36-ാമത്തെ വാക്യം പറയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. എന്താണ് നിത്യജീവൻ? യേശു ക്രിസ്തു തന്ന വാഗ്ദത്തമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ ഈ അധ്യായം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്? യേശു എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പറഞ്ഞു. അപ്പം പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ പാപത്തിൽ നിന്നൊരു രക്ഷ മാനവരാശിക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന തൻ്റെ ഏകജാതനായ പുത്രനിൽ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും, വേറെ പ്രവൃത്തികളൊന്നുമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറഞ്ഞാൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു,
എൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചത്, ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ഇന്നും വേണ്ടി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ, എൻ്റെ പാപമോചനം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ പാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരാൾ യേശുവിനെ അറിയുക എന്ന് പറയുമ്പോൾ ഒരു മതം മാറുന്ന ഒരു പുതിയ മതത്തിലേക്ക് പ്രവേശിക്കുകയല്ല, അവരുടെ പേര് മാറുകയല്ല, കുടുംബം മാറുകയല്ല. യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അവന് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് അവൻ നിത്യജീവൻ അവകാശിയായിത്തീരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ ആ മരണത്തിൽ നിന്ന് ആ വ്യക്തി നിത്യജീവനിലേക്ക് വരുന്നു. അതാണ് പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ നല്ല ഒരാളായി ജീവിച്ചതുകൊണ്ടല്ല എനിക്ക് നിത്യജീവൻ ലഭിച്ചത്. ഞാൻ തകർന്ന് പാപത്തിനടിമപ്പെട്ട് ഈ ലോകമോഹങ്ങളെ പുറകെ പോയി മുഴുവൻ തകർന്നപ്പോഴും ആർക്കും എന്നെ വിടുവിക്കാൻ, പാപമോചനം തരാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ എന്നെ പിതാവാം ദൈവം യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് നീതീകരിച്ച് എന്നെ ദൈവമകനാക്കി അവകാശിയാക്കി മാറ്റി. അങ്ങനെയാണ് ഞാൻ അതാ പുത്രനിൽ വിശ്വസിച്ചാൽ മതി, അവന് നിത്യ ജീവനുണ്ട്. എന്നിട്ട് പറയാണ്, പുത്രനെ അനുസരിക്കാത്തവനോ യേശു ക്രിസ്തുവിനെ അനുസരിക്കാത്തവനോ നിത്യജീവനെ കാണത്തില്ല, നിത്യജീവനിലേക്ക് വരത്തില്ല. അതാണ് എന്നിട്ട് പറയാ, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ ക്രോധം എന്ത് ചെയ്യാണ്? അവന്റെ മേൽ വസിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയാണ്, അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല. എന്നിട്ട് പറയാണ്, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനപ്പെട്ട കാര്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയണം, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എൻ്റെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇത് പിതാവാം ദൈവത്തിൽ നിന്ന് യേശു സ്വീകരിച്ച് പറയുന്ന വാക്കുകളാണ്. യേശു പറയുന്നുണ്ട്, ഞാൻ പറയുന്നു എൻ്റെ സ്വന്തം വാക്കുകളല്ല, എന്നിൽ പിതാവിരുന്ന് എന്നിലൂടെ സംസാരിക്കുകയാണ്. ഇപ്പൊ പിതാവ് എന്താ പറയുന്നത്? യേശുവിലൂടെ പറയുന്നത് എന്താ? ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട്. എന്നിട്ട് പറയാം, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കും. അപ്പം ഈ ജീവൻ ഓപ്പോസിറ്റ് ന്യായവിധി നമുക്ക് വേണം പറയാം, മരണം എന്ന് പറയാം. അതിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് നിത്യജീവൻ അവകാശിയായി തീരാൻ കഴിയും. ഇന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, യേശു ഒരു മതത്തിന് ദേവനല്ല, യേശുവിനെ കൈക്കൊണ്ടാൽ നിങ്ങൾ ദൈവമക്കളായി മാറുകയാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് വരികയാണ്, നാശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. അതിന് നമുക്ക് ഹൃദയങ്ങളെ തുറക്കാം, നമുക്ക് യേശുവിനെ സ്വീകരിക്കാം. ദൈവമക്കൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അനേകരെ യേശുവിലേക്ക് നയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിത്യജീവന്റെ വാതിൽ, നിത്യജീവന്റെ മൊഴികൾ യേശുവിന്റെ പക്കലാണല്ലോ ഉള്ളത്. അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. അങ്ങനെ നിത്യജീവൻ അവകാശികളായി തരാൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നുള്ള ഈ വചനപ്രകാരം എന്നെ കേൾക്കുന്ന എല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരട്ടെ. പാപത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാനിടയാകട്ടെ, നാശത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാനിടയാകട്ടെ, ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി ജീവിക്കാനിടയാകട്ടെ. അങ്ങനെ നിത്യജീവൻ അവകാശികളായി തീരാൻ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ
എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനുമേ.